ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. ഹംസഭ്യാം പരിപത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വേതകീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകമാദ്യം ദണ്ഡചിദ്ഗനരസം പൂർണ്ണഹ്യാനന്ദം ശിവം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുകുലം ധ്യായേതി വിഭും ശാശ്വതം. ശ്രീ ഗുരുഭ്യോ. ഗുരുവിൻ്റെ സ്ഥാനം ശിഷ്യൻ്റെ ഹൃദയത്തിലും ശിഷ്യൻ്റെ സ്ഥാനം ഗുരുവിൻ്റെ മടിയിലുമാണ്. ഗുരുവിന് ഈശ്വര സാക്ഷാത്കാരവും പരമമായിരിക്കുന്ന ആനന്ദവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗുരു ഉണ്ടായിരിക്കണം. ജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ സേവനം ആവശ്യകതമാണ്. അങ്ങനെ ഗുരുവുമായി കുറച്ച് നിമിഷങ്ങൾ ഇടപഴകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും. ഈശ്വരനുമായി താതാമ്യം പ്രാപിക്കുവാനുള്ള വഴികൾ ഗുരുവിൽ നിന്നും ലഭിക്കും. പരമമായിരിക്കുന്ന ആനന്ദം നിങ്ങൾക്ക് ഗുരു പറഞ്ഞു തരും. ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ജ്ഞാനിയായിരിക്കണം. ഇനി ജ്ഞാനിയായ ഗുരുവിനെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഗുരുക്കന്മാർ അനവധിയുണ്ട്. ജ്ഞാനിയായ ഗുരുക്കന്മാരും അനവധിയുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാകും ജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരുവിനെ. അങ്ങനെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്. ഗുരു ഉപദേശിക്കുന്നതായിരിക്കുന്നതായ സന്ദേശം അത് താതൻ്റെ ഉള്ളിൽ അന്ധകരണങ്ങളിൽ വിസ്ഫോടനമുണ്ടാക്കും. അത് ഉറവയായി പുറത്തേക്ക് വമിക്കൂ. അപ്പോൾ നമുക്ക് ആനന്ദത്തിൻ്റെ ആദ്യത്തെ പടി കയറും. പിന്നീട് നമ്മൾ ഓരോ പടി ചവിട്ടി അവസാനത്തെ ചവിട്ട് നമ്മുടെ ഗുരുവിൻ്റെ ശിരസിലായിരിക്കും. ഗുരുവിൻ്റെ ശിരസിൽ ചവിട്ടി നേരെ കയറുന്നത് പരമമായിരിക്കുന്ന ആനന്ദം. പടിയാറും കടന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പൂർണ്ണതമായിരിക്കുന്ന ജന്മസാഫല്യം ഗുരുവിലൂടെ ലഭിക്കും. സർവം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവർക്കും നന്മയുണ്ടാകട്ടെ. കരിനിലിയമ്മയും സർവോടിമാന മക്കളുടെ അനുഗ്രഹാഭിവൃദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുമാറാകട്ടെ. ഓം ഹര നമ. ശ്രീ ചണ്ഡാളരൂപായ കുലഗുരു ശ്രീപാദുകാം പൂജയാമി. ഓം നമഃ ശിവായ.